ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 29ാമത്തെ എപ്പിസോഡാണ്. അതായത് അവസാന ഘട്ടത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ചവിട്ടുപടിയാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ആ റൂമാണ് കേട്ടോ കാണിക്കുന്നത്, ആ ഗെയിം കളിക്കുന്ന റൂം. അവിടെ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും പിന്നെ ബോസ് ഗെയിം കളിക്കുകയാണ് കേട്ടോ. അതുപോലെ ഹീറോയിൻ ഗെയിം കളിക്കുകയാണ്. അങ്ങോട്ട് തന്നെ ഹീറോയിൻ ഗെയിമിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഗെയിം സ്ക്രീനിൽ ക്രാഷ് ആവുന്നത് കാണിക്കുന്നുണ്ട്. ആ ഗെയിമിൽ ഭയങ്കരമായിട്ട് വിപ്ലവം നടക്കുക. കാരണം തീയൊക്കെ കത്തി അതിനകത്ത് ഹീറോ നിൽക്കുകയാണ്. എന്ത് നടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോയിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് സീനിയർ പെൺകുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ ടാഗ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പുള്ളിക്കാരനെ അവിടെ കെട്ടി വെച്ചേക്കല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബോസ് ഗെയിമിന്റെ പുറത്തോട്ട് വരികയാണ്, അതായത് റിയൽ ലൈഫിലോട്ട് വരികയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ബോധമുണ്ട്, VR തലേന്ന് ഊരി മാറ്റുകയാണ്. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ നല്ല ദേഷ്യത്തില് അങ്ങേരടുത്ത് ചെല്ലുകയാണ്. ഹീറോയിന്റെ വിഷമവും ദേഷ്യവും എല്ലാം അങ്ങേരടുത്ത് തീർക്കാണ്, വഴക്കൂടാണ്. എന്നാൽ പുള്ളിക്കാരന് വഴക്കൂടാനുള്ള ഒരു മൂടൊന്നുമില്ല കേട്ടോ. ആ ഗെയിമിൽ വെച്ച് തന്നെ മനസ്സ് മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ഒരിക്കലും ഇങ്ങനത്തെ മോശപ്പെട്ട വ്യക്തി ആവത്തില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബോസ് ഇങ്ങോട്ട് വന്നത്. അതായത് ഈ ബോസിന് സ്വന്തം മോളെയാണ് ഓർമ്മ വന്നത് ഹീറോനെ കണ്ടപ്പോൾ. കാരണം ബോസിന്റെ മോളും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് മരിച്ചത് കേട്ടോ. ഒരു ദുരൂഹ മരണമായിരുന്നു. അതുപോലെ ഹീറോ ആണെങ്കിൽ ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബോസിനെ ഗെയിമിന്റെ പുറത്തോട്ട് തള്ളിവിട്ടിട്ട് ഹീറോ അവിടെ കിടക്കുമല്ലായിരുന്നു, ആ തീയുടെ കിടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സഹതാപം ബോസിന് ഹീറോന്റെ അടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതേ നേരം തന്നെ അങ്ങോട്ട് കുറെ പോലീസുകാർ വരുവാണ്, ഈ ബോസിനെ അറസ്റ്റ് ചെയ്യാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതില്ലേ, ഒരാളുടെ ജീവൻ വെച്ചാണ് ഈ പുള്ളിക്കാരൻ കളിക്കുന്നത് കേട്ടോ. അതായത് ഒരാൾ ഗെയിമിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ റിയൽ ലൈഫിൽ കോമയിൽ പോവുക, അത് വളരെയധികം ഒരു മോശപ്പെട്ട പരിപാടിയാണ്. ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. അതൊരു ജീവൻ വെച്ചുള്ള കളിയാണ്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഹീറോയിൻ ബോസിനെ ഉപദ്രവിക്കണേ മുമ്പ്, അതായത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഹീറോയിൻ എന്തായാലും ബോസിനെ അടിച്ച് മടക്കിയേനെ. അതുകൊണ്ട് തന്നെ പോലീസുകാർ ബോസിനെ പിടിച്ചോണ്ട് പോവാണ്. ഇനി അവിടെ നിർത്തി കഴിഞ്ഞാൽ ഹീറോയിൻ എന്തായാലും അങ്ങനെ കൊല്ലും. കാരണം ഹീറോയിൻ അത്ര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഗെയിമിൽ ക്രാഷായി കോമയിൽ പോയിട്ടുള്ളത്. ഹീറോ എന്തായാലും കോമയിൽ പോയി അതിനകത്ത് പെട്ട് കിടക്കുകയാണ്. ഇത്രയും ദ്രോഹം ചെയ്ത ബോസിനെയാണ് ഹീറോ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ അവന്റെ നല്ല മനസ്സാണ് എന്തൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ ഈ ബോസ് പോകുന്ന നേരത്ത് ഹീറോയിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്, എനിക്ക് അറിയാതെ പറ്റിയതാണ്, ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നോട് ക്ഷമിക്കണേ, ഇതും പറഞ്ഞിട്ടാണ് ബോസ് അവിടെ നിന്ന് പോകുന്നത്. അതായത് ബോസിന് അവസാന നിമിഷത്തിൽ അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം മനസ്സിലായി, ഇതെല്ലാം തെറ്റാന്ന് മനസ്സിലായി, നല്ലൊരു മനുഷ്യനാവാൻ പോയതാണ്. എന്നാൽ ഹീറോനെ രക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ. ഹീറോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്ങി എടുത്തോണ്ട് വന്നതല്ലായിരുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ ബോസിനെ പെട്ടെന്ന് ഗെയിമിന്റെ പുറത്തോട്ട് പിടിച്ച് തള്ളിയിട്ട് അതുകൊണ്ടാണ് രക്ഷിക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും ബോസ് ചെയ്തത് തെറ്റാണ് കേട്ടോ, ഇതുവരെ ചെയ്തതല്ല. എന്നാലും അവസാനം മാറാൻ കാണിച്ചൊരു മനസ്സ് അത് നല്ലതാണ്. എന്തായാലും ബോസിനെ കൊണ്ടുപോയ ശേഷം ഹീറോയിൻ ആണെങ്കിൽ ഹീറോന്റെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. ഹീറോ കോമയിൽ പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് മറ്റേ ആ സ്മൈലി കിട്ടുകയാണ്, അതായത് ഹീറോയിൻ കൊടുത്ത ആ സ്മൈലി. ഹീറോയിൻ ഒരുപാട് ഇഷ്ടമായോണ്ടല്ലേ അവൾ കൊച്ചിലെ കൊടുത്ത ആ സ്മൈലി ഇപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് ഹീറോയിൻ നന്നായിട്ട് വിഷമിച്ച് കരയാണ്, അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതിനുശേഷം കുറച്ച് ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി പറയുകയാണ്. അതായത് അവിടുത്തെ പോലീസുകാരോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആൾക്കാർ ഇതിന്റെ അകത്തോട്ട് പോകുന്നത്, എന്താണ് ഇതിന്റെ പ്രശ്നം, എങ്ങനെയാണ് ഇത് കോമയിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് കോമയിൽ പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടർ പോലീസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനുത്തരമായിട്ട് നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ പോലീസ് പറയുകയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു മാസത്തിന് മുമ്പ് കുറച്ച് ആൾക്കാർ അപ്രത്യക്ഷമായിട്ട് അങ്ങ് കോമയിൽ പോവാണ്. എന്തോ സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല. അതായത് ചുമ്മാ നിൽക്കുന്ന ആൾ വരെ കോമയിൽ പോവാണ്. അപ്പം ഈ കോമയിൽ പോയ ആൾക്കാരെ എല്ലാവരും എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഗെയിമിന്റെ പേരാണ് 19th ഫ്ലോർ. നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത്. എന്തായാലും പുള്ളിക്കാരനെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഇത് പറഞ്ഞിട്ട് അവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ അടുത്ത് ഹീറോയിൻ ഏത് സമയം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ സൂം ഔട്ട് ചെയ്ത് കാണിക്കുമ്പോഴാണ്, അതായത് ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആ റൂമിന്റെ പുറത്തുണ്ട്, അവരൊരു കണ്ണാടി കൂട് വഴി അപ്പുറത്ത് നോക്കുകയാണ്. അവർക്കറിയാം ഇപ്പോൾ ഒരു സമയത്ത് അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ഹീറോയിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുന്നത് എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഒരു ടീച്ചർ അടിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം വരത്തില്ല. ഈ ടീച്ചർ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളടുത്ത് വരും, എന്നിട്ട് മോന് അടിച്ചത് വിഷമായോ, മോന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അടിച്ചത് എന്നൊക്കെ പറയും. അപ്പം നമുക്ക് വിഷമം വരും, കരയും. ഇങ്ങനത്തെ കുറേ സൈക്കോ ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അവർക്കറിയാം അങ്ങോട്ട് ചെന്ന് കയറല് ആ ഹീറോയിന് വിഷമാവുമെന്ന് അറിയാം, അതുകൊണ്ടാണ് അവർ പോവാത്തത്. ഒരാൾക്ക് ഒരു അപകടം പറ്റിയ ശേഷം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത്. എന്താണെന്നറിയില്ല, അങ്ങനെയാണത്. അവരെ വിഷമിപ്പിക്കാതിരുന്നൂടെ. എന്തായാലും അങ്ങോട്ട് ഹീറോയിന്റെ അച്ഛൻ വരുവാണ് കേട്ടോ. ഹീറോയിന്റെ അച്ഛൻ ഇപ്പൊ ഗെയിമിന്റെ പുറത്തുണ്ട്, ജീവനോടുണ്ട്. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ വന്നിട്ട് നിങ്ങൾ എന്താ ഹീറോനെ കാണാൻ കയറാത്തെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ് ഹീറോയിൻ ഇനി വിഷമം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാത്തതെന്ന്. എന്നാൽ ഷോർട്ട് ഹെയർ ഉണ്ടല്ലോ, ഷോർട്ട് ഹെയർ ഒരു ചെടി എടുത്തു കൊടുക്കുകയാണ്. അതായത് അവരുടെ നാട്ടിൽ ആ ചെടി ഒരു പ്രതീക്ഷയുടെ അർത്ഥമാണ്. പ്രതീക്ഷ മീൻസ് ഹോപ്പ് എന്നാണ്. അതായത് ഇനി എണീറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഹോപ്പിന്റെ മലയാളം വേർഡ് പ്രതീക്ഷ എന്നാണെന്ന് തോന്നുന്നു. എന്തായാലും ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ആ ചെടി കൊണ്ടുവന്ന് ഹീറോയിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയാണ്
ഇത് ഷോർട്ട് ഹെയർ തന്നതാണ്, ഈ ചെടി എന്ന് മുളയ്ക്കുന്നു അന്ന് തൊട്ട് ഇത് പ്രതീക്ഷയുടെ ഒരു അർത്ഥമാണ്, നീ ഇതിനെ നോക്കണം, ഇതിനെ വളർത്തണം, അപ്പൊ നിനക്ക് ഓരോ ദിവസവും പ്രതീക്ഷ കൂടി കൂടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ ചെടിയുടെ കൂടെ ഹീറോയും കൂടെ കോമയിൽ നിന്ന് പുറത്ത് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ചെടിയൊക്കെ വളർത്തുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കടന്നു പോവാണ്, ഓരോരുത്തരുടെ ജീവിതമായിട്ട് പോവാണ്. ഷോർട്ട് ഹെയർ ആണെങ്കിൽ പതിയെ പതിയെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ആ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും ഹീറോയിന്റെ അച്ഛനും ആണെങ്കിൽ ഓരോ പരീക്ഷണമാണ്, അതായത് ഗെയിമിൽ നിന്ന് പോയ ആളെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം, ഹീറോനെ എങ്ങനെ കോമയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാം എന്നുള്ളൊരു പരീക്ഷണത്തിലാണ്. അതായത് ആ ഗെയിം ഒന്നും കൂടെ റീ ഓപ്പൺ ചെയ്താൽ മതി, അതിനകത്ത് കുടുങ്ങി കിടക്കുന്ന ഹീറോനെ പുറത്തു കൊണ്ടുവന്നാൽ മതി. അതിനുള്ളൊരു ശ്രമത്തിലാണ് ഹീറോയിന്റെ അച്ഛനും സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും. ഇതിനുശേഷം ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് കുറച്ച് ദിവസം ആയി. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്നിരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കോമയിൽ കിടക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ട് സാധാരണ പോലെ. അവളുടെ വിഷമം കൊണ്ടായിരിക്കാം. എന്തായാലും ആ ചെടിയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആ പ്രതീക്ഷയുടെ ചെടിയെല്ലാം മുളച്ചിട്ടുണ്ട്. അവിടെ ഹീറോയിൻ അവിടെ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന ഒരാൾ വരികയാണ്. അത് വേറെ ആരുമല്ല, അത് ഹീറോയിന്റെ അച്ഛൻ തന്നെയാണ്. എന്നിട്ട് ഹീറോയിന്റെ അച്ഛൻ വന്നിട്ട് പറയാണ്, ഹീറോയിനെ രക്ഷിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഗെയിമിന്റെ ഒരു പാർട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്ത്, അതായത് നശിച്ചു പോയ ഗെയിമില്ലേ അതിന്റെ ഒരു ഭാഗം വീണ്ടും അവരുണ്ടാക്കിയെടുത്ത്, ആ ഗെയിമിനെ തന്നെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ആ ഗെയിം നശിച്ചു പോയതല്ലേ അതിനെ റിപ്പയർ ചെയ്തെടുത്ത്, അപ്പോൾ അതിനകത്താണ് ഈ ഹീറോ കുടുങ്ങി കിടക്കുന്നത്. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. എന്തായാലും ഇതിനുശേഷം ഹീറോനെ അവർ ലാബിൽ കൊണ്ടുവന്നേക്കുകയാണ്. അതായത് ടിയാൻജി എന്ന് പറയുന്ന കമ്പനിയല്ല, മൈക്രോടെക് എന്ന് പറയുന്ന സീനിയർ പെൺകുട്ടിയുടെ അച്ഛന്റെ കമ്പനിയിൽ കൊണ്ടുവന്നേക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ലാബിൽ കിടത്തിയൊക്കെയാണ്, തലയിൽ കുറെ ചിപ്പൊക്കെ വെച്ചിട്ട്, ചിപ്പ് മീൻസ് കുറെ വയറൊക്കെ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തേക്കുകയാണ്. അപ്പൊ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അതായത് ഹീറോ ഇപ്പോഴും ആ ഗെയിമിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്നാൽ റിയാലിറ്റിയിലല്ല. നമ്മൾ സാധാരണ ജീവിക്കുന്ന കണക്കത്തൊരു ജീവിതം അവൻ അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയത്തില്ല ഇങ്ങനൊരു ഗെയിം കളിച്ചിട്ട് അവൻ കോമയിൽ കിടക്കുകയാണെന്നും അത് റിയാലിറ്റി ആണെന്നൊന്നും അവനെ അറിയത്തില്ല. ഇപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ അവനെ പോയി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഹീറോയിൻ ഇതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോയിന്റെ അച്ഛനൊരു കാര്യം പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന കണക്ക് ഇത് അത്ര ഈസി അല്ല, ഇനി ഒരു സൈഡ് എഫക്റ്റ് കൂടെ ഉണ്ട് ഇതിന്. ഇനിയിപ്പം അവൻ തിരിച്ചു വന്നാലും അവൻ എല്ലാ ഓർമ്മയും തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അവന്റെ മെമ്മറി എല്ലാം ചിലപ്പോൾ നശിച്ചു പോയേക്കാം, ചിലപ്പോൾ നിന്നെ തന്നെ മറന്നു പോയേക്കാം. അത് നീ ആലോചിച്ച് വെച്ചോണം. എന്തായാലും ആ ഗെയിമിൽ പോയ ഉടനെ, അതായത് കുറെ നേരം ആ ഗെയിമിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ മെമ്മറി അത് അഫക്ട് ചെയ്യും, നിന്റെ എല്ലാ ഓർമ്മകളും നീ മറന്നുപോകും. അതുകൊണ്ട് കുറെ നേരം ആ ഗെയിമിൽ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നീ തിരിച്ചു വരണം. ഇതിനൊരു ടിപ്പ് കൂടെ, അതായത് ഒരു ഉപകരണം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വഴിയേ പറഞ്ഞുതരാം. അതായത് ഹീറോയിൻ ആ ഗെയിമിൽ കുറെ നേരം നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് ഹീറോയിന്റെ അച്ഛൻ ഒരു ആപ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഒരു ടൈമർ പോലെ. പക്ഷേ അത് ടൈമർ അല്ല, ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ ആ VR എടുത്ത് തലയിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം ഹീറോയിൻ ആണെങ്കിൽ ആ ഗെയിമിൽ വന്നേക്കാണ്. നമ്മൾ ആദ്യം കണ്ട ആ ലെവലില്ലേ, ആ ലെവലിൽ വന്നേക്കാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ ഹീറോ ഉണ്ട് കേട്ടോ. ഹീറോ കുട്ടി ഹീറോയാണ്, അവന് ഓർമ്മയൊന്നുമില്ല കേട്ടോ. അതായത് കുട്ടിക്കാലത്തെയും അവന്റെ ഈ ഗെയിം കളിക്കുന്നതിന് മുമ്പുള്ള ഓർമ്മകളൊക്കെ ഉള്ളൂ. അപ്പൊ അവൻ കുട്ടിയാണ്. അപ്പൊ ഹീറോയിൻ വലുതാണ് കേട്ടോ. ഹീറോയിന്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്യാമറ ഒന്ന് റൗണ്ട് അടിച്ച് വരുന്ന നേരത്ത് ഹീറോയിൻ ചെറുതാവുന്നുണ്ട്. അതായത് ഇത് വെറും ഇല്യൂഷൻ ആണ്. അതായത് ഹീറോന്റെ മനസ്സിലുള്ള വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്, ആ ഗെയിം വഴി ക്രിയേറ്റ് ചെയ്ത ഒരു ഇല്യൂഷൻ മാത്രമാണ്, ഒറിജിനൽ അല്ല, റിയൽ ലൈഫും അല്ല. അത് ആലോചിക്കണം കേട്ടോ. അപ്പൊ ഹീറോയിൻ കുട്ടിയാവുന്നുണ്ട്, ഹീറോയിനും ഇപ്പൊ കുട്ടികളാണ്. പക്ഷെ ഹീറോയിൻ അറിയാം ഇതൊരിക്കലും റിയൽ ലൈഫ് അല്ലാന്ന്. അതായത് കുട്ടി ഹീറോയിന്റെ ഉള്ളിൽ വലിയ ഹീറോയിൻ ആണ് ഉള്ളത്, അതായത് ഉൾബോധം ഉള്ളത്. അങ്ങനെ അവരവിടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ. അതായത് കുട്ടികളല്ലേ, പക്ഷേ ഹീറോയിൻ നല്ല പ്രായമുള്ള ആളാണ് കേട്ടോ. പക്ഷെ അവന്റെ ഒരു വൈബിനകത്ത് കളിക്കുകയാണ്. ഹീറോ ഇപ്പൊ കുട്ടിയാണ് കേട്ടോ, അവൻ അതിന്റെ ഓർമ്മയൊക്കെ ഉള്ളൂ. എന്തായാലും അതുവഴി കളിച്ച് നടക്കുന്ന, ആ ഗെയിമിന്റെ ഉള്ളിൽ കളിച്ച് നടക്കുന്ന നേരത്ത് ഒരു മാസ്ക് ഒക്കെ ഇട്ട ആള് വരികയാണ്. അത് മോൺസ്റ്റർ എന്നല്ല കേട്ടോ, അത് ഒരു എംപ്ലോയി ആണ്, ഈ ഗെയിമിനകത്തുള്ള ഒരു എംപ്ലോയി ആണ്. ആ എംപ്ലോയി വന്നിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ അത് പേടിക്കുന്നില്ല കേട്ടോ. അവരാണെങ്കിൽ ഒരു പാന്, അതായത് ഒരു ഈ കുക്ക് ചെയ്യുന്ന പാനില്ലേ, ആ പാൻ എടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ അടിക്കാൻ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം വേറൊരു എംപ്ലോയി, അതായത് ഒരു ഫീമെയിൽ എംപ്ലോയി വന്നിട്ട് ഇവരെ വഴക്കുറയാണ്. ഈ ഗെയിമിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കോ, പാൻ വെച്ചാണോ ഒരാൾ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവരിതൊന്നും മൈൻഡ് ചെയ്താൽ അവിടെ ഓടിപ്പോവാണ് കേട്ടോ. ഇതിനുശേഷം അവർ ആ ജോക്കറിന്റെ ഒക്കെ ലെവലിൽ വരികയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ്റെ അമ്മയും പിന്നെ ഹീറോയിന്റെ അച്ഛനും അമ്മയും ജീവനോടുണ്ട്. പക്ഷെ ഇത് വെറും ഇല്യൂഷൻ ആണ് കേട്ടോ. അതായത് ഹീറോന്റെ ഉൾബോധം ഇല്ലേ, ഹീറോന്റെ മനസ്സ് തന്നെ സൃഷ്ടിച്ച ഒരു റിയാലിറ്റി മാത്രമാണ് അത്. പക്ഷെ അത് റിയാലിറ്റി അല്ല, അത് മനസ്സിലാകണം. എന്തായാലും ആ റിയാലിറ്റിയിൽ തന്നെ, അതായത് ഹീറോന്റെ മനസ്സ് സൃഷ്ടിച്ച ആ വേൾഡിൽ തന്നെ അവർ വളർന്നു വലുതാവുകയാണ്. അതായത് കുറെ സമയമൊന്നും പോയിട്ടില്ല, എന്നാൽ ഹീറോയിനും അത് വലിയ സമയമായിട്ട് തോന്നുകയാണ്. കാരണം അത് ഉൾബോധമാണ്. അങ്ങനെ അവരവരുടെ സമയം ഇങ്ങനെ പങ്കിടുകയാണ്. അങ്ങനെ ഒരു ദിവസം ആണെങ്കിൽ ഹീറോ ആണെങ്കിൽ അവിടെ ഈ പപ്പറ്റ് മോൺസ്റ്ററിനെ ഉണ്ടാക്കുന്ന ഒരാളാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അങ്ങോട്ട് ഹീറോയിൻ വരുന്നുണ്ട് കേട്ടോ. അത് ഹീറോയിൻ അറിയാം ഇത് ഒറിജിനാലിറ്റി അല്ലെന്ന്. അതുകൊണ്ട് ഹീറോയിൻ വന്നിട്ട് അവനുമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ അവിടെ വെച്ചൊരു കിസ് നടക്കുകയാണ്. അതുമായത് അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ കിസ് കഴിഞ്ഞ ശേഷം ഹീറോയിൻ ആണെങ്കിൽ പുറത്തിറങ്ങി വരികയാണ്. അതായത് അവൾക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് അവള് വന്നിട്ടാണെങ്കിൽ അവളുടെ പോക്കറ്റിൽ മറ്റേ സ്മൈലി ഉണ്ട് കേട്ടോ. അതാണ് സത്യം പറഞ്ഞ ടൈമർ. അതിനകത്താണ് ഹീറോയിന്റെ അച്ഛൻ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് ആ സ്മൈലി ഇല്ലേ, ആ ചിരിക്കുന്ന ആ സ്മൈലി ആണെങ്കിൽ പതിയെ മായും. അതിനർത്ഥം എന്താണ്, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നീ അതിനകത്ത് തുടരുവാണെങ്കിൽ നിന്റെ
നിന്റെ ഓർമ്മകളെ അത് ബാധിക്കും, നിനക്കത് ബാധിക്കും, നിന്റെ ഓർമ്മകളെല്ലാം മറന്നു പോകുന്നതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവർക്ക് എന്തായാലും ക്ലോക്ക് എന്ന് വെച്ച് ടൈം കൊടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം. പക്ഷേ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വീണ്ടും ആ റിയാലിറ്റിയിൽ തന്നെ ജീവിക്കുകയാണ്. ഒരു ദിവസം ആണെങ്കിൽ ഹീറോയിൻ കൂടെ ഒരു മോളിൽ പോവാണ് സാധനം വാങ്ങാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോയിൻ ഐസ്ക്രീം വേണമെന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോ ഐസ്ക്രീം വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ഹീറോ പോയതിനു ശേഷം ഹീറോയിൻ അവിടെ ഒറ്റയ്ക്കാണ്. ഇതേ നേരം തന്നെ അവിടെ ഉള്ള ആൾക്കാരെല്ലാം മറ്റെല്ലാം മുഖം തുന്നി വെച്ച ഒരു സോംബികളായിട്ട് തോന്നുകയാണ്. അതായത് കുറെ നാളത്തെ മുമ്പുള്ള ഒരു ലെവലില് ആ ലെവലിലെ സോംബികളെ പോലെ തോന്നുകയാണ്. അപ്പൊ ഇതെല്ലാം ഇല്യൂഷനാണ്, ഹീറോയിന്റെ മനസ്സ് സൃഷ്ടിച്ച വെറും ഒരു ഇല്യൂഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്തായാലും ഇത് കണ്ട നേരത്തെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ പോക്കറ്റിൽ കിടന്ന ആ സ്മൈലി എടുത്ത് നോക്കുകയാണ്. ആ സ്മൈലി എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ആ സ്മൈലി മൊത്തത്തിൽ മാഞ്ഞു പോയി. ഇനി ഇവിടെ തുടരുവാണെങ്കിൽ അവളുടെ ഓർമ്മ എന്തായാലും മൊത്തത്തിൽ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് ആ VR തലയിൽ നൂരുകയാണ് കേട്ടോ. എന്നിട്ട് റിയാലിറ്റിയിലോട്ട് വരികയാണ്. അപ്പൊ ഈ റിയാലിറ്റിയിലോട്ട് വന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കാരണം ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ അവൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവളോട് ആദ്യമേ പറഞ്ഞ് ഒരിക്കലും അതിനകത്ത് കുറെ നേരം നിൽക്കാൻ പാടില്ല, നിന്റെ ഓർമ്മകളെ അത് ബാധിക്കും, ചിലപ്പോൾ നീ മരിച്ചു വരെ പോയിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കാതെ അതിനകത്ത് ഹീറോയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇത്രയും നേരം അവനെ തിരിച്ചു കൊണ്ടുവരാതെ അവനുമായിട്ട് അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാനാ? എന്തായാലും ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഹീറോയിനെ അവിടുന്ന് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. ഇനി നീ ഇന്നത്തേക്ക് ഇനി എന്തായാലും ഗെയിം കളിക്കണ്ട, നമുക്ക് നാളെ നോക്കാം, നാളെ എന്തായാലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഹീറോയിൻ നേരെ ചെല്ലുന്നതാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്താണ് കേട്ടോ. ഈ മുത്തശ്ശിയാണെങ്കിൽ അവിടുത്തെ തോടോ കായലോ എന്തൊക്കെയുണ്ട് ഫ്രണ്ടിൽ, അതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് പച്ചക്കറി അരിയുന്നത്. അപ്പം മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓപ്പോസിറ്റ് വീടില്ലേ, അതായത് ഹീറോ പണ്ട് താമസിച്ചിരുന്ന ആ വീട്ടിലോട്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അത് മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ. ഈ മുത്തശ്ശിക്ക് അറിയാം അവിടെ ഒരു പയ്യൻ പണ്ട് ജീവിച്ചിരിപ്പുണ്ട്, അത് ഹീറോ ആണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശി പറയാണ്, നിനക്ക് ആ പയ്യൻ ഓർമ്മയുണ്ടോ? നീയും ആ പയ്യനും എന്തുമാത്രം കൂട്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ നമ്പറെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയെങ്കിലും ചെയ്യാമോ? ആ പയ്യൻ വേറെ അങ്ങോട്ടോ പോയി, നീ ഇങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ മറന്നുപോല്ലേ? ഇങ്ങനെയാണല്ലേ മനുഷ്യരൊക്കെ, എന്തൊരു ലോകമല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹീറോയിന് നല്ലൊരു കുത്ത് കിട്ടുന്നുണ്ട്, ഒരു വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പെട്ടെന്ന് നേരെ വരുന്നത് ലാബിലാണ്. എന്നിട്ട് അച്ഛനോട് പറയാണ്, ഇപ്രാവശ്യം എന്തായാലും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും, എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അപ്പം അച്ഛൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ VR എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ അതെടുത്ത് തലയിൽ വെക്കുകയാണ്. ഇതിനുശേഷം ഗെയിമിലോട്ട് കിടക്കുകയാണ്. നേരെ ചെല്ലുന്നത് ഹീറോന്റെ റൂമിലാണ്. ഗെയിമിലാണ് കേട്ടോ. അതായത് ഹീറോന്റെ മനസ്സ് സൃഷ്ടിച്ച വെറും ഒരു ലോകം മാത്രമാണ് അത്. പക്ഷെ ഗെയിമുമായിട്ട് ഒരു പ്രശ്നം നടന്നുകൊണ്ടാണ് ഇങ്ങനൊരു റിയാലിറ്റിയിലോട്ട് അവർ വന്നത്. എന്തായാലും ഹീറോയിൻ ആ റൂമിൽ എണീച്ച ശേഷം ഹീറോയിനെ തിരക്കി നടക്കുകയാണ് അവിടെ ആ വീട്ടിൽ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ഹീറോ ഒരു കൊടുവാളും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. തൊട്ട് സൈഡിൽ ഒരു മോൺസ്റ്റർ ഉണ്ട് കേട്ടോ. ഓ പപ്പറ്റ് മോൺസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഹീറോ അത് കാണാത്ത കണക്ക് അഭിനയിക്കുകയാണ്. എവിടെ ഞാനൊന്നും കണ്ടില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. എന്താണെന്നറിയില്ല. അപ്പൊ ഹീറോയിൻ അത് കൈയോടെ തൂക്കാണ്. എന്നിട്ട് അവനോട് പറയാണ്, ഞാനന്ന് സൂപ്പർ മാർക്കറ്റിൽ, അതായത് മോളിൽ പോയ സമയത്ത് ഇത് കണക്ക് ആൾക്കാരെ കണ്ട്, നീ കണ്ടില്ലേ? അപ്പോഴാണ് ഹീറോ സത്യങ്ങൾ പറയുന്നത്. ഹീറോയ്ക്കും അങ്ങനെ തോന്നിയായിരുന്നു. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം സോംബി ആയിട്ട് തോന്നി. കാരണം ആ ഗെയിമിലുള്ളതും അവന്റെ മനസ്സുമായിട്ട് കൊളാപ്സ് ആയതുകൊണ്ട് അതിനകത്ത് ചെറിയ ചെറിയ ബഗ് ഉണ്ട്. ആ ബഗ് കാരണമാണ് ഇതെല്ലാം നടക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഹീറോയിൻ അത് പറയാതെയൊന്നും വരുന്നില്ല കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ പോക്കറ്റിൽ നിന്ന് ആ സ്മൈലി എടുക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു അച്ചു പതിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, ഇതെല്ലാം നിനക്ക് ഓർമ്മയാണുണ്ടോ എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലോട്ട് വരാൻ തുടങ്ങുകയാണ്. താനെ അവ ഓർത്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്ട്രൈക്ക് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു, അവനെല്ലാം അത് ഓർമ്മ വരുവാണ്. അതുമാത്രമല്ല ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു വിർച്വൽ റിയാലിറ്റിയാണ്, നമ്മൾ ഒരുമിച്ചാണ് ഗെയിം കളിച്ചത്, അത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഹീറോയ്ക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ മറ്റേ ടൈമർ ഇല്ലേ, അതായത് ആ സ്മൈലി മാഞ്ഞു വരികയാണ്. അത് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഗെയിമിൽ നിന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ ഓർമ്മ നശിച്ചു പോകും, എന്നേക്കുമായിട്ട് ഈ ഗെയിമിൽ ട്രാപ്പായി പോകും. അതുകൊണ്ട് എന്തായാലും ഈ ഗെയിമിൽ നിന്ന് പുറത്ത് കിടക്കണം, ഇപ്പൊ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിന് നല്ല വിഷമമുണ്ട് കേട്ടോ, കരയുന്നുണ്ട് അവള്. പക്ഷെ ഹീറോയ്ക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം മനസ്സിലായില്ലെങ്കിൽ. കാരണം ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോയ ഒരു ഉറപ്പുമില്ല ഹീറോയ്ക്ക് ഈ മെമ്മറി എല്ലാം തിരിച്ചു കിട്ടുമെന്ന്. ഇപ്പം ഹീറോയ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്, കാരണം ഗെയിമിനുള്ളിലായതുകൊണ്ട് എല്ലാം ഓർമ്മയുണ്ട്. അതായത് ഇപ്പം വരെ നടന്ന എല്ലാ കാര്യങ്ങളും, ഗെയിം നടന്നതും എല്ലാ കൂട്ടുകാരും എല്ലാവരും ഓർമ്മയുണ്ട്. പക്ഷെ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചിലപ്പോഴേ ഓർമ്മ കാണത്തുള്ളൂ, അവന്റെ മെമ്മറി നശിച്ചു പോയേക്കാം. അത് ഓർത്ത് ഹീറോയിൻ കരയാണ്. അവൾ തന്നെ മറന്നു പോകുന്ന ആലോചിച്ചിട്ടാണ് അവൾ കരയുന്നത്. പക്ഷെ ഹീറോ വിചാരിക്കുന്നത് അത് അവളുടെ ആനന്ദ കണ്ണീരെന്നാണ്. എന്തായാലും അവർ രണ്ടുപേരും കൂടെ ഒരു ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ആദ്യം കണ്ട ഒരു ലിഫ്റ്റില്ലേ 19th ഫ്ലോർ എന്ന് പറയുന്ന ആ ലിഫ്റ്റിൽ കയറിയിട്ട് മണ്ടയിലോട്ട് പോവാണ്. അതിനകത്തിപ്പോൾ പുതിയൊരു ബട്ടൺ കൂടെ ഉണ്ട്, ഒരു പച്ച കളർ. അത് ഞെക്കുന്ന സമയത്ത് മണ്ടയിലോട്ട് പോവാണ്. എന്തായാലും ആ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ആകെ തളർന്നു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിന്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ഇനി അവ എൻ്റെ അടുത്ത് ഇനി വന്നില്ലല്ലോ, അവ ഇനി എല്ലാം മറന്നു പോയാലോ, അങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റായിട്ട് ഒരു കിസ് കൊടുക്കുകയാണ്. ഇനി കിസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അവ ഇനി എന്നെ മറന്നു പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇനി ഒറ്റ എപ്പിസോഡൂടെ ബാക്കിയുള്ളൂ കേട്ടോ, അത് ആലോചിക്കണേ. അത് കഴിഞ്ഞ് ഇത് കണക്കത്തെ വേറൊരു സീരീസ് ഞാൻ നോക്കി
നോക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യണോ വേറൊരു തീമിൽ ചെയ്യണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നെന്ന് വെച്ചാൽ ഒരു ക്രൈം ത്രില്ലറാണ്, ഇച്ചിരി ഒറിജിനാലിറ്റി ഒക്കെ ഉള്ളതാണ്, ഇതുപോലെ ഫാന്റസി ഒന്നുമില്ല. രണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സെയിം ഗെയിമിൽ പെട്ട് കിടക്കുന്ന കുറച്ച് കുട്ടികളുടെ. ഏത് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ എനിക്കത് സെലക്ട് ചെയ്യാം, അത് കാണാം, അതിന്റെ ഓരോ കഥയൊക്കെ കണ്ടു വെക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തരാമല്ലോ. അതിന് വേണ്ടിയിട്ട് ചോദിച്ചാണ്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.